ഹേ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ കുറേ പ്രോഡക്റ്റിന്റെ പരിപാടി ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് നമുക്ക് തരും. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ ഇപ്പോൾ കണ്ണെഴുതിയിട്ടില്ല, കാരണം എന്താ നമ്മൾ ആദ്യം നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒന്ന് ഹൈഡ് ചെയ്യാൻ പോവുക. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊരു കൺസീലർ പാലറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ അതൊരു കളർ കറക്റ്ററിന്റെ വർക്ക് ചെയ്യുന്ന ഒരു കൺസീലർ പാലറ്റ് ആണ്. പക്ഷെ ഭയങ്കര അഫോർഡബിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതിന്റെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പലരുടെ കാർട്ടിലിട്ടിരിക്കുന്ന എന്നാൽ ഇതുവരെ അങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സാധനമായിരിക്കും ഇത്. ഇൻസൈഡ് കോസ്മെറ്റിക്സിന്റെ ഇൻസൈഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാം. പ്രോ കൺസീലർ പാലറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഒരു 5-6 ഷെയ്ഡ് വരുന്നുണ്ട്. ഈ 6 ഷെയ്ഡിനും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അത് എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നതുപോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഫസ്റ്റ് നമുക്കൊന്ന് ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ചെയ്ത് നോക്കാം. പീച്ച് ഷെയ്ഡാണ് എടുക്കുന്നത്. ഇതൊരു ഓറഞ്ച് ആണെങ്കിലും നമ്മൾ പീച്ച് ഷെയ്ഡാണ് നമ്മൾ അണ്ടർ ഐസിന് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട്, എനിക്ക് ഒത്തിരി ഇല്ല, എന്നാലും നമുക്ക് കുറച്ചിട്ടാൽ മതി. ആവശ്യമുള്ള അത്രയും മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കയ്യിലുണ്ടാവും, പക്ഷെ എങ്ങനെ യൂസ് ആക്കണം എന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ടാവും. ഇപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ സംഭവം കുറച്ച് ക്രീമിയാണ്, അതുകൊണ്ടൊരു മെസ്സി ആവുന്ന ഒരു ഇതേ ഉള്ളൂ. അതർവൈസ് നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഒരു റേറ്റ്. നമ്മളുടെ കയ്യിൽ ഒരു കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ ഒരു സെറ്റിംഗ് പൗഡറോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ഞാനിവിടെ ഫേസ് സ്കാനറുടെ ആയിട്ടോ എടുക്കുന്നത്. ജസ്റ്റ് ബ്രഷ് എടുക്കുക. ബ്രഷോ നിങ്ങൾക്ക് സ്പഞ്ചോ എന്താണെങ്കിലും യൂസ് ചെയ്യുക. അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു കൺസീലർ എടുക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും ഒരു കൺസീലർ പിന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ എടുത്ത് കൺസീലർ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് പകരം ഫേസിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടോ, ഡിസ്കളറേഷൻ ഉണ്ടോ, അണ്ടർ ഐയിൽ ഡാർക്ക്നെസ് ഉണ്ടോ, അതൊക്കെ ഒന്ന് ഫസ്റ്റ് കളർ കറക്റ്റർ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് മാത്രം നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സോ നമ്മുടെ ഷെയ്ഡുള്ള ഒരു കൺസീലർ എടുക്കുക, അതും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ സെറ്റിംഗ് പൗഡറോ കോമ്പാക്ട് പൗഡറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു വെയിലാണ് നമ്മൾ അണ്ടർ ഐസ് കറക്റ്റായിട്ട് അണ്ടർ ഐസിലെ ഡാർക്ക്നെസ് കറക്റ്റായിട്ട് ഹൈഡ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് നിനക്ക് ഫീൽ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ഒരു മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആക്നെയുടെ റെഡ്നെസ്, എനിക്കിപ്പോൾ അങ്ങനെ റെഡ്നെസ് ഒന്നും ഇല്ല, അങ്ങനെ റെഡ്നെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഇതേ സെയിം വേയിൽ, എൻ്റെ ഭിത്തിയുടെ കളറും ഈ കളറ് സെയിം, ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് കണ്ടോ, ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ട് കൺസീലർ അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് നമുക്ക് കൺസീലർ ഷെയ്ഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ ഒരു റേറ്റിന് ഇതിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. യൂട്യൂബിലാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം.